ഹായ്, നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ഒരു മൾട്ടി ബാഗർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സ്മോൾ ക്യാപ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. പക്ഷേ അവർ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 1 മാത്രം IPO അതായത് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ് ഈ ഒക്ടോബർ 1 മാസം. സോ അതിനുശേഷം ഈ Q2 റിസൾട്ടിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. കമ്പനിയുടെ പേര് ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇപാക് എന്നാണ്. ഇപാക് പ്രീഫാബ് ടെക്നോളജീസ് എന്നാണ്. ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ PEBs, അതായത് പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്സ്. ഇതാണ് ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ബിസിനസ്സിലേക്ക് കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് അവരുടെ Q2 റിസൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. Q2 അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 62% ഉണ്ടായിരുന്നു സെയിൽസ് ഗ്രോത്ത്. പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 104% ഉണ്ടായിരുന്നു പ്രോഫിറ്റ് ഗ്രോത്ത് ഈ Q2. അതേപോലെ H1 ഫസ്റ്റ് ഹാഫ് ഇയറിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 36%, അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 64%. സോ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അവർ 2022 തൊട്ട് 2025 വരെ അവർക്ക് ഏകദേശം റവന്യൂവിന് 46% CAGR അവർ ഗ്രോ ചെയ്തിരുന്നത്. സോ ഇതെല്ലാം നോക്കുമ്പോൾ നല്ല രീതിയിൽ അവർ ഗ്രോത്ത് എന്തായാലും കാഴ്ചവെക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ബേസിക് ആയിട്ട് കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റിയിട്ടും അതിൻ്റെ സെക്ടറിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കി PE റേഷ്യോസും അതിൻ്റെ വാല്യൂഷനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാം. സോ PEB എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്സിലാണ്. നമ്മൾ നോർമലി കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ബിൽഡിങ്സിനെ കഴിഞ്ഞും കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതെന്ന് വെച്ചാൽ മെറ്റൽ യൂസ് ചെയ്ത് നമുക്കെല്ലാം കണ്ടുപരിചയമുള്ളതായിരിക്കും. മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് സ്റ്റീലാണ് ഇവർ മെയിനായിട്ട് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവരുടെ തന്നെ ഡിസൈൻ ടീം ഡിസൈൻ ചെയ്ത് ഇവർ തന്നെ അത് ബിൽഡിങ് അതിൻ്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ ഏകദേശം സ്ട്രക്ചറെല്ലാം റെഡിയാക്കിയതിന് ശേഷം സൈറ്റിൽ പോയിട്ട് ഇൻസ്റ്റാളേഷനാണ് ചെയ്യുന്നത്. സോ ഇതാണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് എന്താ പറയുക, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് 1-2 മെയിനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതായത് സാൻഡ്വിച്ച് പാനൽസ് എന്ന് പറയും. അതായത് ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാനൽസ് ആണ്. സോ അത് പല സ്ഥലങ്ങളിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഡേറ്റാ സെൻറ്റേഴ്സും അതേപോലെ നമ്മുടെ സോളാറിന് വേണ്ടിയിട്ട് പണിയുന്ന ഫാക്ടറികളിലും ഒക്കെ ആയിട്ട് ഇതിൽ ഒരുപാട് യൂസേജ് വരുന്നുണ്ട്. സോ ഇത് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അത് അവരുടെ മാർജിൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ഇത് വെച്ചിട്ട് ഇവർ ഈ കോൺട്രാക്ട് എടുത്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. സോ ഇതാണ് ഇവരുടെ മെയിൻ ബിസിനസ്സിലെ റവന്യൂ എന്ന് വരുന്നത്. ഈ PEBC എന്നാണ് വരുന്നത് മെയിൻ റവന്യൂ. പിന്നെ അതല്ലാതെ പാക്കിംഗ് മെറ്റീരിയൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ മെയിൻ ബിസിനസ് അല്ല. അവരുടെ ഫോക്കസ് ഇപ്പോൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. അതിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ മെയിൻ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ LG ആണ്. LG ഏകദേശം 50-60% റവന്യൂ ഇപ്പോൾ അവർക്ക് വരുന്ന LG എന്നാണ്. സോ അത് പയ്യെ അവരുടെ റവന്യൂ നിന്ന് കുറഞ്ഞു വരുവാണ്. കാരണം ഏകദേശം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ റവന്യൂ ഏകദേശം 150-160 കോടി ഏകദേശം, അല്ലെങ്കിൽ 160-170 കോടി വരെയൊക്കെയാണ് അതിൽ നിന്ന് വരുന്ന റവന്യൂ. അത് അവിടെ വലിയ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കണം. അവർ 6-7% ഗ്രോത്ത് മാത്രമേ അതിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പാക്കിംഗ് മെറ്റീരിയൽസ് അവർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനകത്ത്. സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത PEBയിലാണ്. അവരിപ്പോൾ IPO വന്നത് ഞാൻ പറഞ്ഞല്ലോ ഒക്ടോബർ 1 സോ ഏകദേശം 300 കോടി രൂപയോളം ഫ്രഷ് ഇഷ്യൂവിൽ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 160 കോടിയോളം അവർ ക്യാപെക്സിനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 58 crores 58 കോടി അവർക്ക് 3 ഫെസിലിറ്റീസാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഈ ആന്ധ്രാപ്രദേശിലുണ്ട്, നോയിഡയിലുണ്ട്, പിന്നെ രാജസ്ഥാനിലുണ്ട്. സോ ആന്ധ്രാപ്രദേശിലെ ഫെസിലിറ്റിയിൽ ഏകദേശം 58 കോടി രൂപയുടെ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഏകദേശം 300 കോടി രൂപയോളം റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് അടുത്ത ഈ വരുന്ന Q4 കംപ്ലീഷൻ ആവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഒരു 102 കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ അവർ രാജസ്ഥാനിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഏകദേശം 250 കോടി രൂപയുടെ റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ആ പ്ലാനിൽ നിന്നിട്ട്. സോ അത് അടുത്ത Q2 വരുന്ന ജൂൺ ക്വാർട്ടർ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കംപ്ലീഷൻ ഉണ്ടാവുമെന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ നല്ല രീതിയിൽ ക്യാപെക്സ് അവർ ചെയ്യുന്നുണ്ട്. 300 കോടി രൂപയോളം ഫ്രഷ് ഇഷ്യൂവിൽ കളക്ട് ചെയ്തതിൽ ഏകദേശം 160 കോടിയോളം ക്യാപെക്സിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ള ഏകദേശം 70 കോടിയോളം അവരുടെ ഡെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 50-58 കോടി രൂപയോളാണ് അവർക്ക് ബാക്കി ലോണായിട്ട് നിൽക്കുന്നുള്ളൂ. സോ അത് അവരുടെ മാർജിൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ലോണിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറയും. അതുകൊണ്ട് തന്നെ മാർജിൻസ് വരുന്ന ക്വാർട്ടറുകളിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അവർ EBITDA മാർജിൻ പറയുന്നത് 10.5 to 11.5% EBITDA മാർജിൻ പറയുന്നത്. ആ മാർജിൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ 23-24% ROCE പറയുന്നത്. 20ക്ക് മുകളിലാണ് ROE പറയുന്നത്. സോ ROE അവർ ഏകദേശം 20ക്ക് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഗൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ മാനേജ്മെൻറ്റിന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഫിഗർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം 30-35% ആണ് അവരുടെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഒരു കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടാണ് ഒരു ഗൈഡൻസ് വരുന്നത്. സോ അത് വെച്ച് നോക്കിയാൽ കമ്പനിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ട് അവർക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്താൽ തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ മൊത്തത്തിൽ അവർ ജനറേറ്റ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം 59 കോടി രൂപയാണ്. സോ ഇപ്പോൾ തന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ ഏകദേശം 45 കോടി രൂപ അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിൽ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ.
സോ മാനേജ്മെൻറ്റ് പറയുന്നത് വെച്ചാൽ അവരുടെ റവന്യൂവിൻ്റെ 45% Q1 വരിക, അല്ല Q1 Q2 സോറി ഫസ്റ്റ് ഹാഫിൽ 45%, റിമൈനിങ് 55% സെക്കൻഡ് ഹാഫിൽ Q3 Q4 നിന്നാണ് അവർക്ക് വരുന്നതെന്നാണ്. എൻ്റെ റീസൺ ഒന്നുമില്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ബേസിക്കായിട്ട് മൺസൂൺ കാര്യങ്ങളൊക്കെ വരുന്നതും മഴ കൂടുതലായിട്ടുള്ളത് Q1 Q2 ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷനിലൊക്കെ കുറച്ച് ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവർക്ക് റവന്യൂ കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇവരുടെ കൂടുതൽ റവന്യൂ Q3 Q4 വരുന്നത്. കാരണം ഈ മഴയുടെ ഇഷ്യൂ ക്ലിയർ ആവും. അതിനുശേഷം അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടി മിക്കവാറും കമ്പനികളെല്ലാം Q4 എക്സ്പാൻഷൻ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവർക്ക് കൂടുതൽ റവന്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ 45 കോടി പാർട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 55 കോടിയോളം പാർട്ടി ചെയ്യാനുള്ള ചാൻസ് ഇപ്പോഴത്തെ അവരുടെ ഗൈഡൻസ് വെച്ചിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെ വന്നാൽ ഏകദേശം 100 കോടി രൂപയോളം പ്രോഫിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കമ്പനിയുടെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 34-35 ഇന്ന് ഇപ്പോൾ കമ്പനി ഇപ്പം റിസൾട്ടിന് ശേഷം ഏകദേശം ഒരു 15-20% മുകളിലേക്ക് വരുന്നു. അപ്പോൾ അവിടുന്ന് 10% കറക്ഷനും വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്ന ദിവസത്തിൽ. ഇന്ന് ട്യൂസ്ഡേയിലാണ് വീഡിയോ ചെയ്യുന്നത്. സോ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 34 ഇപ്പോഴത്തെ പി റേഷ്യോ കാണിക്കുന്നത്. പക്ഷേ കമ്പനി ഒരു 100 കോടി രൂപ, അതായത് 100 കോടി രൂപ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ, അവർ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയാൽ അവരുടെ പി റേഷ്യോ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൽ ഏകദേശം 25 വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതായത് ഒരു 35-40% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി 25 പിയിൽ അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അതിന് ശേഷം അവരുടെ ഗൈഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും പിന്നീട് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പിയിൽ ഒരു റീറേറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പി റീറേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗൈഡൻസ് അവർ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യണം. അതേപോലെ ഈ ക്യാപെക്സിലൊന്നും ഡിലേ വരാൻ പാടില്ല. ഈ Q4 നടക്കേണ്ട ക്യാപെക്സ് Q4 അടുത്ത Q2 നടക്കേണ്ട ക്യാപെക്സ് കൃത്യമായിട്ട് Q2 നടക്കുകയും ചെയ്യണം. അതേപോലെ ഇവർ ഓർഡേഴ്സ് എല്ലാം കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യണം. ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഏകദേശം 920 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അത് ഈ മാനേജ്മെൻറ്റിൻ്റെ ഈ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പായിട്ട് 920 കോടി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 2 പുതിയ ഓർഡർ കൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 130 കോടി രൂപയുടെ ഒരു ഓർഡറും, അതേപോലെ തന്നെ ഒരു ഓർഡറല്ല, പല കമ്പനികളിലായിട്ട് 130 കോടിയുടെ ഒരു ഓർഡറും, അതേപോലെ ഒരു 140 കോടിയുടെ. സോ ടോട്ടലി 270 കോടി കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഏകദേശം 1200 കോടി രൂപയോളം ഓർഡർ ബുക്ക് ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. സോ കഴിഞ്ഞ ഈ Q1 Q2 അതായത് ഫസ്റ്റ് ഹാഫിൽ അവർ 730 കോടിയാണ് 729 കോടിയാണ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്തത്. സോ അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ അറൗണ്ട് ഒരു 800-850 കോടിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത H2. സോ അപ്പോൾ അവർ ഓൾറെഡി ഇപ്പോൾ 1200 കോടി രൂപയുടെയോളം ഓർഡർ ബുക്ക് അവൈലബിൾ ആണ്. മാനേജ്മെൻറ്റ് പറയുന്നത് 6 to 7 months ആണ് നോർമലി ഇവർക്ക് ഒരു എന്താ പറയുക ഓർഡർ കംപ്ലീഷന് വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് പറയുന്നു. സോ അതുകൊണ്ട് തന്നെ അതും ഈ ഏകദേശം ഇവർ ഈ പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് ഈ ഓർഡർ ബുക്കും അവരുടെ എക്സിക്യൂഷൻ്റെ ടൈം നോക്കിയാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ഇപ്പോൾ അവർക്ക് ഏകദേശം 23 മാനേജ്മെൻറ്റ് 35 പറഞ്ഞത്. 35 താഴെയാണ് തന്നെ അവർ ഹാപ്പിയാണ്. പക്ഷേ ഇപ്പോൾ 21, 22, 23 ആ ഒരു രീതിയിലാണ് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് നിൽക്കുന്നത്. സോ അതും നല്ലൊരു നമ്പറാണ്. അതേപോലെ ക്യാഷ് ഫ്ലോസ് ഈ ക്വാർട്ടറിൽ അവർക്ക് പോസിറ്റീവാണ്. ഏകദേശം 83 കോടി രൂപയോളം അവർക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ട്. സോ അതും നല്ലൊരു ഫിഗറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് മേജറായിട്ട് പിന്നീട് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ROIയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ അതല്ലാതെ വേറെ പറയാനായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 90% അടുത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ക്യാപെക്സ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കമ്പനിയിൽ എന്തായാലും നിങ്ങൾ ഒന്നാമത്തെ കാര്യം സ്മോൾ ക്യാപ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക, അത് ഫോളോ ചെയ്യുകയും ചെയ്യണം. കാരണം എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു ഇതിനകത്തൊരു ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ ക്യാപെക്സിലോ ഒക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കമ്പനിയുടെ ഹൈ വോളറ്റിലിറ്റി നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ പ്രൈസിൽ നല്ല ഫ്ലക്ച്വേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഇങ്ങനത്തെ കമ്പനികൾ നല്ല രീതിയിൽ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ തന്നെ നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇവർക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഇവർ നമ്മൾ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്താൽ ഏകദേശം 15-20% കോസ്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള സമയം അത് നമ്മൾ നോർമലി ബിൽഡിങ് ചെയ്യുന്നതിന് കഴിഞ്ഞ് വളരെ കുറച്ച് സമയം മതി ഇവർക്ക് ഒരു ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ലേബേഴ്സ് അധികം ആവശ്യം വരുന്നില്ല. സോ ഇതൊക്കെ ഇവരുടെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഇവർ തന്നെ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ ഒരു ആന്ധ്രാപ്രദേശ് ഫെസിലിറ്റി ആണെന്നൊന്നും ഇവർ ചെയ്തപ്പോഴത്തേക്കും ഏകദേശം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് ആണ്. അത് അവർ ഏകദേശം 6.5 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് 150 ദിവസം കൊണ്ട് ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ അവർ ഡിസൈൻ തൊട്ട് കംപ്ലീഷൻ വരെയുള്ളത് 150 മണിക്കൂർ കൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കമ്പനിയാണ്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കംപ്ലീഷന് വേണ്ടിയിട്ട് ഇവർക്ക് 6 to 7 months ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലീഷൻ എടുക്കുന്നുള്ളൂ എന്നുള്ളത്. സോ അത് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഹൈ സ്പീഡിൽ കംപ്ലീഷൻ ചെയ്യുന്നത്. പിന്നെ ഈ സെക്ടർ ഓൾറെഡി ഗ്രോ ചെയ്യുന്ന ഒരു 10-12% ക്രിസിലിൻ്റെ ഒരു സ്റ്റഡി പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ സെക്ടർ ഓൾറെഡി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ടെയിൽവിൻഡ് ഉണ്ട് മാർക്കറ്റിൽ ഓൾറെഡി. അപ്പോൾ നമുക്ക് ഈ കമ്പനി ഓൾറെഡി ഈ മാർക്കറ്റ് പെർഫോമൻസിനെ കഴിഞ്ഞ് 3-4 times മുകളിലായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ
സോ ഇതേ രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. എന്ത് തന്നെ സംഭവിച്ചാലും അവരുടെ സെക്ടറിനെ കഴിഞ്ഞ് മുകളിൽ തന്നെ ആയിരിക്കും കമ്പനി ഗ്രോ ചെയ്യുക എന്നുള്ള കാര്യമാണ് മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. പക്ഷേ അവരുടെ മൊത്തത്തിലുള്ള അവരുടെ ഫിഗേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 30-35% നമുക്ക് എന്തായാലും ഈ ബിസിനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യമാണ്. സോ ഇതല്ലാതെ വേറെ മേജറായിട്ട് പറയാനായിട്ട് ഒക്കെ തന്നെയാണ് മേജറായിട്ട് പറയാനായിട്ടുള്ളത്. എക്സ്പോർട്ട് അത് ഇവർ ചെയ്യുന്നില്ല. ഒരു 1-2% മാത്രമേ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ഈ കമ്പനിയെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരു 30-40% ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു കമ്പനി, ഏകദേശം ഒരു 25 ഫോർവേഡ് പിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് കമ്പനിയാണ്, ചെറിയ കമ്പനിയാണ്, സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ കമ്പനി ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മാർക്കറ്റിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അതേപോലെ തന്നെ സൈസും വളരെ ചെറുതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ കമ്പനിയെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ട്രാക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ന്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാത്ത ആൾക്കാരാരും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളൊന്നും പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.